നിലമ്പൂരിൽ 19,760 വോട്ട് പിടിച്ച പി.വി. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനത്തെ ചൊല്ലി കോൺഗ്രസിൽ വീണ്ടും തർക്കം രൂക്ഷമാകുന്നു. പി.വി. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനത്തിന് അനുകൂലമായി രമേശ് ചെന്നിത്തല, കെ. സുധാകരൻ, എം. ഹസൻ തുടങ്ങിയ നേതാക്കൾ രംഗത്തു വന്നു. എന്നാൽ അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്നായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. അൻവർ യു.ഡി.എഫിനുണ്ടാക്കുന്ന തലവേദന എങ്ങനെയാണ് നോക്കാം. നിർവൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിവാദങ്ങളിൽ തുടർച്ചയായി പ്രതിക്കൂട്ടിലായ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം വിജയം ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ തിളക്കമാർന്ന വിജയം ലഭ്യമായില്ല, അതിന് ഉത്തരവാദിത്വം വി.ഡി. സതീശനാണ് എന്ന തരത്തിലുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിലും ഒപ്പം തന്നെ യു.ഡി.എഫിനുള്ളിൽ ശക്തമാണ്. ലീഗിനും ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. കാരണം പി.വി. അൻവറിനെ കൂടെ കൂട്ടാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഒരു തിളക്കമാർന്ന വിജയം ഉണ്ടാകുമായിരുന്നു എന്ന നിലപാടാണ് ഈ നേതാക്കൾക്കുൾ ആകമാനമുള്ളത്. അത് മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, ഒപ്പം തന്നെ KPCC അധ്യക്ഷനും വിവിധ നേതാക്കൾക്കൊക്കെ തന്നെ ഇതേ അഭിപ്രായമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വി.ഡി. സതീശൻ എടുത്ത ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കേണ്ടി വന്നു. ലീഗിനെ അടക്കം ഇക്കാര്യത്തിൽ അവഗണിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിലെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കവും ഇപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തമാണ്. കാരണം വി.ഡി. സതീശൻ വാർത്താസമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ യു.ഡി.എഫിൻ്റെ കൺവീനറും ഒപ്പം തന്നെ KPCC അധ്യക്ഷനും ഒക്കെ തന്നെ പ്രതികരണം നടത്തി. അക്കാര്യത്തിലും വി.ഡി. സതീശൻ പറഞ്ഞ അഭിപ്രായത്തിനൊപ്പമായിരുന്നില്ല പി.വി. അൻവറിൻ്റെ വിഷയത്തിൽ ഇവർ നിലപാടെടുത്തത്. അങ്ങനെ അടിമുടി ആശയക്കുഴപ്പമുണ്ട്. ക്രെഡിറ്റിനെ സംബന്ധിച്ച് ആരുടെ വിജയമാണെന്ന ചോദ്യത്തിൽ യു.ഡി.എഫ് കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിൻ്റെ പ്രതികരണം തന്നെ ഇക്കാര്യത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായത്തിൻ്റെ ഉദാഹരണമാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഏകദേശം ഇതിനോട് യോജിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇല്ല, അങ്ങനെ ഒരാൾക്കും അങ്ങനെ ക്രെഡിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റുന്നതല്ല. ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ UDF അവിടെ വിജയം കൈവരിച്ചിട്ടുള്ളത്. This is the result of teamwork. This is the result of hard work. കൂട്ടായ ചർച്ചയില്ല, കാര്യങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കുന്നില്ല, ഏകപക്ഷീയമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പല കാര്യങ്ങളിലും പ്രകോപനം സൃഷ്ടിച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തുന്നു. ഈ അഭിപ്രായം ലീഗിന് വലിയ തരത്തിലുള്ള അതിർത്തിയുണ്ട്. ഒപ്പം തന്നെ ലീഗിനൊപ്പമുള്ള നിലപാടാണ് മുതിർന്ന നേതാക്കൾ, മുൻ KPCC അധ്യക്ഷന്മാർ രമേശ് ചെന്നിത്തല, കെ. മുരളീധരൻ, നിലവിലുള്ള KPCC അധ്യക്ഷൻ, UDF കൺവീനർ അടക്കമുള്ള നേതാക്കൾക്കുള്ളത് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. ഇന്ന് കെ. മുരളീധരൻ്റെ അഭിപ്രായത്തിൽ തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. കാരണം കാര്യങ്ങൾ കൂടിയാലോചനയോടുകൂടി മുന്നോട്ട് പോകണമെന്ന അഭിപ്രായം തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ഘട്ടത്തിൽ പോലും കെ. മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യവും തീരുമാനിക്കാൻ. കാരണം രാപ്പകൽ UDFന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരുണ്ടല്ലോ, എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിച്ചോ, അവരുടെ ഈ കാര്യം കൂടെ കണക്കിലെടുക്കണം. എന്ത് തീരുമാനം എടുക്കും? UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായി എന്ന കാര്യം വസ്തുതയാണ്. അത് കുറച്ച് കാണുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ തിളക്കം ഉൾക്കൊള്ളാൻ തരത്തിൽ UDF ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രാപ്തമല്ല. കാരണം പല നേതാക്കൾക്ക് പരസ്പര വിരുദ്ധമായ അഭിപ്രായമുണ്ട്. ഇപ്പോൾ ലീഗിന് ഇതിൻ്റെ അതൃപ്തി മുതിർന്ന നേതാക്കൾ മാത്രമല്ല, അവർ AICC നേതൃത്വത്തിനെ തന്നെ നേരത്തെ അറിയിച്ചതാണ്. അത് വരും ദിവസങ്ങളിൽ UDFൻ്റെ യോഗം ചേരുന്നുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ അവർ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട് അസിത സൂചിപ്പിക്കേണ്ടത്. ഈ വിജയം, നിലമ്പൂരിലെ വിജയത്തിൻ്റെ അവകാശവാദം പൂർണ്ണമായി ലീഗിനാണ് എന്ന തരത്തിൽ സ്ഥാപിക്കാനുള്ള ശ്രമം അവർ ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അവർ ആ സമ്മർദ്ദപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ആ സമ്മർദ്ദവും ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള തർക്കങ്ങളിൽ ഇനി വി.ഡി. സതീശന് വഴങ്ങി മുന്നോട്ട് പോകേണ്ട എന്ന നിലപാട് തന്നെയാണ് മുതിർന്ന നേതാക്കളും ഒപ്പം തന്നെ ലീഗ് നേതാക്കളും വച്ചു പുലർത്തുന്നത്. മറുവിഭാഗം നേതാക്കൾ, ഒരു ഭാഗത്ത് ലീഗും ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളും, മറുഭാഗത്ത് വി.ഡി. സതീശൻ എന്ന നിലയിലേക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ കാലാവസ്ഥ കോൺഗ്രസിൽ പോവുകയാണ്. ഇനി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുമ്പോഴും UDF യോഗം ചേരുമ്പോഴൊക്കെ ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം വി.ഡി. സതീശനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അസിത.